കൃപയൊന്നു മാത്രമേ ഹീനനാം എന്നെയും ചേർത്തങ്ങു മാനിച്ചു. പാടും ഞാനെന്നെന്നും എൻ ദൈവം നല്ലവൻ, ഘോഷിക്കും നിന്നാമം ജീവിക്കും നാളെന്നും. പാടും ഞാനെന്നെന്നും എൻ ദൈവം നല്ലവൻ, ഘോഷിക്കും നിന്നാമം ജീവിക്കും നാളെന്നും. ഹല്ലേലൂയ 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 എൻ ദൈവമേ. ഹല്ലേലൂയ 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 എൻ രാജാവേ. ഹല്ലേലൂയ 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 എൻ ദൈവമേ. ഹല്ലേലൂയ 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 എൻ രാജാവേ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. 119 സങ്കീർത്തനത്തിന്റെ 33 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. വളരെ അനുഗ്രഹീതമേറിയ തിരുവചന ഭാഗങ്ങളാണ് ഈ 119 സങ്കീർത്തനം. അതിലെ ഓരോ വാക്യങ്ങളും ആഴമേറിയ ചിന്തകൾക്ക് വിധേയപ്പെടേണ്ടതാണ്. അതിന്റെ 33 വാക്യം, യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിന് അവസാനത്തോളം പ്രമാണിക്കും. ഭക്തന്റെ ഒരു തീരുമാനം കൃത്യമായി ഇവിടെ കാണുവാൻ കഴിയും. ദൈവ പ്രമാണ വഴിയിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവത്തെ സേവിപ്പാൻ കഴിയുള്ളൂ. സ്തോത്രം. ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, വാ തുറന്നു കഴിഞ്ഞാൽ മോശമായ വാക്കുകൾ മാത്രം ഉരുവിടുന്ന പ്രസാദത്തിന് വേണ്ടി, ദൈവപ്രസാദത്തിന് വേണ്ടി മോശമായ വാക്കുകൾ മാത്രം ഉരുവിടുന്ന ഇടങ്ങളുണ്ട്. അവിടെ അത് അങ്ങനെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? അവിടെ ഇരിക്കുന്ന ആള് പ്രസാദിക്കുകയുള്ളൂ. എന്നാൽ തിരുവചനം പറയുന്നത്, നാം സേവിക്കുന്ന വചനം പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. നാം സേവിക്കുന്ന ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവസന്നിധിയോട് അടുത്തു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധിയോടെ അടുത്തു ചെന്നാൽ, നമ്മൾ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചാൽ, ഒരു സംരക്ഷണ വലയം നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽ മറക്കരുത്. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമുള്ള വഴിയല്ല ദൈവ വഴി. അവിടെ ഭക്തൻ പറയുന്നതാണ്, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണം, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. കൃത്യതയാർന്ന ഒരു തീരുമാനം ഭക്തൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന്
ശ്രദ്ധ ചെലുത്തി ഒന്ന് വായിക്കുവാൻ ഇടയാകട്ടെ. ആവർത്തനം 10 ഒന്ന്, ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ചില വഴികളിൽ നടക്കുക. ഇഷ്ടമില്ലാത്ത വഴി എന്ത് ചെയ്യുക? നമുക്ക് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിനല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ എന്ത് ചെയ്യുക? സ്തോത്രം. എല്ലാ വഴികളിലും നടക്കുകയും വല്ലപ്പോഴും സ്നേഹിക്കുക. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? സ്തോത്രം. അവന് ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തി വായിക്കണം. ഒന്നും കൂടെ അതിന്റെ 14 15 ഒന്നും കൂടെ വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നമ്മോട് ചോദിക്കുന്നത് എന്തെന്ന് പറ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കൃത്യതയോടുകൂടെ പരിശുദ്ധ ആത്മാവ് ഈ പുസ്തകം രേഖപ്പെടുത്തിയത് ദൈവം പറഞ്ഞുകൊടുത്തതായ വാക്കുകൾ മോശ തന്റെ കരങ്ങളാൽ രേഖപ്പെടുത്തി ജനത്തിന് കൊടുത്തതായ വാക്കുകളാണ്. സ്തോത്രം. വളരെ വ്യക്തമായി ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു ഭക്തനാണ് മോശ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം, അവന്റെ എല്ലാ വഴികളിലും നടക്കണം, അവനെ സ്നേഹിക്കണം, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണം. ഇത് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമ ഭക്തനോട് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്തോത്രം സ്നേഹിക്കണമെന്ന് വളരെ കൃത്യതയോടുകൂടെ പരിശുദ്ധ ആത്മാവോട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? മറ്റുള്ളവരെയും സ്നേഹിക്കും. സ്തോത്രം. അവസാനം അത് കൊണ്ടുവന്ന് എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരു എക്സ്ക്യൂസ് കിട്ടിയേനെ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. സ്തോത്രം. അപ്പോൾ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന, ആവർത്തന പുസ്തകം, യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി. അപ്പോൾ വചനം പ്രമാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. വചനം പ്രമാണിക്കാതെ നന്മ മാത്രം ലഭിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ലഭിക്കുമെന്ന്, ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവവചനം അനുസരിക്കാതെ ദൈവത്തിൽ നിന്നൊന്നും ലഭിക്കില്ല. ദൈവവചനം അനുസരിക്കാതെ ലഭിക്കുന്ന ഒരിടമുണ്ട്, ഒന്ന് വണങ്ങിക്കൊടുത്താൽ മതി, ഈ ലോകത്തിൽ ആവശ്യമുള്ളത് കിട്ടും. പക്ഷെ നിത്യത കാണാൻ പറ്റില്ല. സ്തോത്രം. അവിടെ പറയുന്നത് ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. എന്ത്? നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കണം. എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? എന്നിട്ടാണ് പറയുന്നത്, ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. അടുത്ത 15-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. സ്തോത്രം. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ച്, നമ്മോട് ദൈവത്തിന് എന്ത് ചെയ്തു? പ്രീതി തോന്നി. നമ്മെ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു,
നിങ്ങളെന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ചില ഉദ്ദേശങ്ങൾ, ചില വ്യക്തമായ ഒരു പ്ലാൻ കർത്താവിന് നമ്മോടുള്ള ബന്ധത്തിലുണ്ട്. സ്തോത്രം. അത് മനസ്സിലാക്കി യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ ഹല്ലേലൂയ, അത് ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ബൈബിൾ എടുത്ത് തലയിണ കീഴി വെച്ചുകൊണ്ട് കിടന്നുറങ്ങും. 91 സങ്കീർത്തനം വായിച്ചെന്ത് ചെയ്യും? കിടന്നുറങ്ങും. പക്ഷേ അതുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുമോ? ദൈവ സംരക്ഷണം ലഭിക്കുമോ? ഇല്ലെന്നേ. സ്തോത്രം. 91 സങ്കീർത്തനം കാണാപ്പാടം പറഞ്ഞുകൊണ്ടൊന്നും വിചാരിന് പേടിയൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു സംരക്ഷണ വലയം ലഭിക്കണമെങ്കിൽ അതിന്റെ 1-ാം വാക്യം മുതൽ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവാത്മാവോട് പറയുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടിയാണ് പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ നിവസിക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നീ പാർക്കണം, അവനെന്റെ സങ്കേതമാണെന്ന് നീ പറയണം, അവൻ നിന്റെ കോട്ടയാണെന്ന് പറയണം, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് തന്റെ ഇടത്തോടെ പറയണം. അവിടെ പേടി പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ഒരു സംരക്ഷണ വലയം ഒരു ദൈവ പൈതലിലുണ്ടെന്ന് ഇന്ന് പകലുറക്കെ പ്രസ്താവിക്കുകയോ. അതാർക്കാണ് ലഭിക്കുന്നത്? ദൈവ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്ക്. എന്നാൽ ദൈവിക സംരക്ഷണ വലയത്തിന് വിധേയപ്പെട്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്. എന്നാൽ ഇന്ന് അതങ്ങ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഡോക്ടർ പറഞ്ഞാൽ നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ നടക്കണം. അതെങ്ങനെ നടക്കണം? 2 കൈയും ശരിക്ക് വീശി ചില നിർദ്ദേശങ്ങൾ പറയും, അതുപോലെ നടക്കണം. 5 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ എത്ര പേരുണ്ട് അത്ര പേരും കൂടെ എന്ത് ചെയ്യും? എങ്ങനെ കുത്തിപ്പൊക്കാൻ പറ്റുമോ അങ്ങനെ കുത്തിപ്പൊക്കി എന്ത് ചെയ്യും? നടത്തിക്കും. എന്തിനു വേണ്ടിയാ? ജീവിച്ചിരിക്കാൻ. എന്നാൽ മാറ്റമില്ലാത്ത വചനം പറയുന്നു, നിന്റെ നന്മയ്ക്കായി, നിന്റെ അനുഗ്രഹത്തിനായി, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാനായി ഈ പ്രമാണം എന്ത് ചെയ്യണം? അനുസരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അനുസരിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം. ദൈവവചനം പറയുന്ന തിരുവചന ഭാഗത്തേക്ക് തന്നെ പോകാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, എന്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. അടുത്ത വാക്ക് പറയുന്നു, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യമത്രേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. വീണ്ടും ഇവിടെ ദൈവാത്മാവ് ആവർത്തിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ഒരു ചില വാക്കുകൾ കൂടെ ദൈവാത്മാവ് കൂട്ടിച്ചേർക്കുകയാ. വചനം കേട്ടനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമാണ്. സ്തോത്രം. വചനം നീ കേട്ടനുസരിച്ചാൽ നീ എന്റെ ജനമാണ്. സ്തോത്രം. അപ്രകാരം നീ അടുത്തു വന്നാൽ നിന്റെ ജീവിതത്തിൽ നന്നായിരിക്കും. ആ വഴികളിലൂടെ നടക്കുവാൻ ഇസ്രായേലിന് മനസ്സില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടതിന്റെ കാരണം.
Amen. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 7 വർഷം ദൈവം മിദ്യാന്റെ കയ്യിൽ ആരെ ഏൽപ്പിച്ചു? ഇസ്രായേലിനെ ഏൽപ്പിച്ചു. മിദ്യാന്യർ നിമിത്തം ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഓടാ ഓട്ടം. നന്മ അനുഭവിക്കേണ്ട സമയത്ത് അത് വന്ന് മിദ്യാനിൽ വന്ന് എന്ത് ചെയ്യും? കൊണ്ടുപോകും. സ്തോത്രം. വിതയ്ക്കും, കൊയ്യുന്നതാരാ? സ്തോത്രം. സാധാരണ നിലയിൽ അധ്വാനിച്ച് ഫലമെടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകൻ വന്ന് അവരോട് വ്യക്തമായി ഉപദേശം പറയുന്നത് കാണുവാൻ കഴിയും. അതിനുശേഷമാണ് സ്തോത്ര കരുവേലകത്തിന്റെ കീഴിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടത്. ഗിദെയോനെ സൂക്ഷ്മതയോടുകൂടെ നോക്കി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗിദെയോൻ പേടിത്തൊണ്ടനാ. സ്തോത്രം. 2 ചവിട്ടും നോക്കുക ആരേലും വരുന്നുണ്ടോ? 2 ചവിട്ട് വീണ്ടും നോക്കുക ആരേലും വരുന്നുണ്ടോ? അപ്പൊ കാണുന്ന ഒരാൾ ശാന്തമായി വന്നിരിക്കുന്നു. ശാന്തമായി കർത്താവ് അവനോടൊരു കാര്യം പറഞ്ഞു, പരാക്രമശാലിയെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. അപ്പൊ അവൻ പറയുകയാണ്, ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് അത് ഉണ്ടാകുന്നതെന്ന് ആരും എന്ത് ചെയ്യില്ല, മനസ്സിലാക്കുന്നില്ല. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ട് ഉടമസ്ഥനോട് നീ ഒന്ന് ചോദിക്കുവാൻ തയ്യാറായാൽ ഉത്തരമരുളുന്ന, നിന്നോട് ഇടപെടുന്ന, നിന്നോട് സംസാരിക്കുന്ന ഒരു പ്രാണപ്രിയനുണ്ടെന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. ആ ശബ്ദം കേൾക്കുവാൻ നീ കാതോർക്കുവാൻ തയ്യാറായാൽ വ്യക്തമായി നിന്നോട് ഇടപെടുകയോ അല്ലെങ്കിൽ നിന്റെ അവസ്ഥകൾക്ക് പരിഹാരം തരുവാൻ തക്കവണ്ണമായ നിലയിൽ നിന്നെ പണിയുവാൻ നീ സേവിക്കുന്ന ദൈവം, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം മതിയായവരെന്ന് ഇന്ന് പകല് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, പിശാചിന് എന്ത് ചെയ്യരുത്? അവസരം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. കാര്യമൊക്കെ ശരിയാ, ഇടവും കൊടുക്കും, അറിയാത്തതുപോലെ പൊട്ടന്മാരെ പോലെ ഇരിക്കുകയും ചെയ്യും. പിശാച് വന്ന് 2 കൊട്ടി പോകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? വന്നു, അവൻ കൊട്ടി പോയെന്നറിയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അവന് വേണ്ടി കയറി നിരങ്ങാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തു. പിശാചിന് വേദപുസ്തകത്തില് പെന്തക്കോസ്തുകാരിന്ന് നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. അടുത്ത വാക്ക് ഇതിലധികമായത് അപ്പൊ ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം ദുഷ്ടന്റെ വാക്ക് പറയുന്നുണ്ട്? അവന്റെ കയ്യിലുള്ളത് എത്ര പേര് പറയുന്നുണ്ട്? സ്തോത്രം. എണ്ണിയാൽ എത്ര കള്ളം പറഞ്ഞു? ഒരു ദിവസം എത്ര കള്ളം പറഞ്ഞു? ഒരാഴ്ച എത്ര കള്ളം പറഞ്ഞു? സ്തോത്രം. ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ടോ? ക്രമീകരണം വരുത്തുന്നുണ്ടോ? വരുത്തുന്നവർക്കായിട്ട് സ്തോത്രം, വരുത്താത്തവർക്കായിട്ടും സ്തോത്രം. സ്തോത്രം. വരുത്തുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കും,
വരുത്താത്തവർ ദൈവം അനുവദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഒരു കള്ളം പറഞ്ഞിട്ട് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആരില്ല. ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. അശുദ്ധിയുള്ള ഇടത്ത് വിശുദ്ധനായ ദൈവം എന്തിയില്ല, വസിക്കില്ല. യോഹന്നാൻ പറയുന്നത് അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് ഞങ്ങൾ കണ്ട് അനുഭവിച്ചത്. അവനിൽ എന്തില്ല, ഇരുട്ട് ഒട്ടുമില്ല. ആ ദൈവമായിട്ടാണ് ഒരു ദൈവ പൈതലിന് ബന്ധമുള്ളത്. സ്തോത്രം. ആ ദൈവമായിട്ടാണ് ഒരു ശുശ്രൂഷകന് ബന്ധമുള്ളത്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ആ ദൈവം ഉത്തരമരുളുവാൻ, പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ മതിയായവനാണ് കുഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടരുത്. ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടാൽ സ്തോത്രം, ക്രിസ്തീയ ജീവിതം പരാജയമാണ്. ക്രമീകരണം വരുത്തേണ്ടത് പോലെ വരുത്തി കഴിഞ്ഞപ്പം ശരീരത്തെ ധനിപ്പിച്ചിരുന്ന അഭിയായോഗ ചെയ്തു, ഇറങ്ങി ഓടിപ്പോയി. അതിന് ഉത്തമമായ ഒരു ഉദാഹരണമായിരുന്നു തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു ട്രാക്ട് ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം വരുമ്പോൾ തമ്പിയുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന വിചാരികളെല്ലാം ഓട്ടം. സ്തോത്രം. എന്നിട്ട് അത് ഓടിപ്പോയി അവന്റെ ഹൃദയത്തിൽ നിന്ന് വെളിയിൽ പോയി. എന്നിട്ട് ഇങ്ങനെ താപ്പ് നോക്കിയിരിക്കുക, ചുറ്റും താപ്പ് നോക്കിയിരിക്കുക, എപ്പോഴേലും കയറാൻ പറ്റുമെന്ന് നോക്കി. സ്തോത്രം. അത് വ്യക്തമായ ഒരു ഉദാഹരണമാ. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കല്ല കോടിക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ച് ഈ കേരളത്തിന്റെ ദേശത്ത് പല ഭാഷകളിലും ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. സ്തോത്രം. ചെറിയ പുസ്തകമാ തമ്പിയുടെ ഹൃദയം. ഹല്ലേലൂയ. അത് യഥാർത്ഥമായ ഒരു ചിത്രമാ. ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്റെ മേൽ ആധിപത്യം നടത്തിയ, നിന്റെ മേൽ അവകാശം പറഞ്ഞിരുന്ന ശത്രുവായ വൈശാഖികന്റെ ശക്തികളെല്ലാം ആ ഹൃദയത്തിനകത്ത് നിന്ന്, ആ വ്യക്തിയിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുകയോ ഒരു ദൈവ സാന്നിധ്യോ നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തോട് ചേർന്ന് നാം യാത്ര ചെയ്യണം. അപ്രകാരം നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം ഹല്ലേലൂയ ദൈവത്താൽ തീർക്കപ്പെടും. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു അഗ്നി മതിലാണെന്ന് പറയാം. ഹല്ലേലൂയ. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു അഗ്നി വേലിയാണെന്ന് പറയാം. ഹല്ലേലൂയ. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കോട്ടയ്ക്കകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ മറച്ചിരിക്കുകയാണെന്ന്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ നീ വസിക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കണം. ഹല്ലേലൂയ. അപ്രകാരം പാർക്കുമ്പോ ഒരു സംരക്ഷണ വലയോ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭയസ്ഥാനോ ഇത് ദൈവ പൈതലിന് മാത്രം, വചനമനുസരിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വചനമനുസരിക്കാതെ നീ കാണാപ്പാടം പഠിച്ച് 91 സങ്കീർത്തനം വായിച്ച്
വേദപുസ്തകം തലയ്ക്ക് വെച്ച് കിടന്നാൽ, തലക്കീഴ് വെച്ച് കിടന്നാൽ, അല്ലെങ്കിൽ പിശാചിനൊന്നും പേടിയില്ലെന്നേ. നിന്നേക്കാളും നന്നായി പിശാചിന് വചനം അറിയാം. വേദപുസ്തകം പറയുന്നത് അവൻ പേടിച്ച് വിറയ്ക്കുന്നു എന്നാണ്. സ്തോത്രം. വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്നവനാണ് പിശാച്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ദൈവം നൽകിയ കൃപയ്ക്കനുസരിച്ച് നീ വിശുദ്ധിയോടുകൂടെ ജീവിച്ചാൽ നിന്റെ ആദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാക്ക്, അതിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. നീ ഒരു സ്തോത്രം പറയുമ്പോൾ, നീ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ പൈശാചിക ശക്തി വിറയ്ക്കുവാൻ തുടങ്ങും. നിന്റെ വിടുക്കല്ല, നിന്നിൽ വ്യാപരിക്കുന്ന നിന്റെ മേലുള്ള ദൈവ ശക്തിയാണത്, ദൈവ ശബ്ദമാണത്, ദൈവ പ്രവൃത്തിയാണ്. അതുകൊണ്ടാ മാറ്റമില്ലാത്ത വചനം പറയുന്നത്, അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ് എന്റെ വായ് പോലെയാണ്. സ്തോത്രം. അധമമായത് ഒഴിക്കുക എന്ന് പറയുമ്പോൾ പ്രയോജനമില്ലാത്ത വാക്കുകൾ എന്ത് ചെയ്യണം? ഒഴിവാക്കാറുണ്ടോ? രണ്ട് കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആദ്യം രണ്ട് കാര്യം പറയും, എന്നിട്ട് എന്ത് ചെയ്യും? ആ രണ്ട് കാര്യം പറച്ചിൽ നിർത്തണം. എന്നാ അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആവർത്തന പുസ്തകത്തിൽ ദൈവാത്മാവ് ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. 4:9. ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ. കണ്ണാന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ. ഒന്ന്, എന്ത് ചെയ്യരുത്? എന്തൊക്കെയാ കണ്ടത് അവര്? എന്തൊക്കെയാ അവര് കണ്ടേ? മരുഭൂമിയിലെ അത്ഭുതമല്ല അവര് കണ്ടേ. അവര് മിസ്രയീം മുതല് 10 ബാധ മിസ്രയീമിൽ ദൈവം അയച്ചത് ഇവരെന്ത് ചെയ്തവരാ? കണ്ണാലെ കണ്ടവരാ. സ്തോത്രം. ചെങ്കടൽ രണ്ടായി പിരിഞ്ഞത് ഇവർ കണ്ണാലെ കണ്ടവരാ. ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താഴുന്നത് ഇവർ കണ്ണാലെ കണ്ടതാ. സ്തോത്രം. അവിടെ മുതല് അത്ഭുതങ്ങളുടെ ഒരു ജയയാത്ര തന്നെ ഇവർ കണ്ടതാ. അതെന്ത് ചെയ്യരുത്? നിങ്ങൾ മറക്കരുത്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിക്കണം. ആ ദൈവത്തെ ഇങ്ങനെ ഒന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ആ ദൈവത്തെ നിരന്തരം ഓർത്താൽ പിന്നെ പിറുപിറുപ്പുണ്ടാകുമോ? പിന്നെ നിരാശ ഉണ്ടാകുമോ? പിന്നെ ഇല്ല എന്നുള്ള വാക്ക് പറയോ? കഴിയില്ല എന്ന് പറയോ? താടിക്ക് കൈ കൊടുക്കോ? തൊട്ടാർവാടി പോലെ പാടുവോ? നെഞ്ചു പിരിച്ചു നിൽക്കും. എന്റെ കൂടെ, എന്റെ കൂടെ എന്നെ വിളിച്ചിറക്കിയ എന്റെ ദൈവം ഉണ്ടെന്നുള്ള ബോധത്തോടെ ഹല്ലേലൂയ ഏത് പ്രതികൂലത്തെയും തന്റേടത്തോടെ ഹല്ലേലൂയ പ്രതികൂല സാഹചര്യത്തിന്റെ മുന്നിൽ തന്റേടത്തോടെ നിൽപ്പാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ ശക്തി നിന്നിൽ വ്യാപരിക്കുമെന്ന് ദൈവപൈതലേ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് നമ്മളൊന്ന് വാസ്തവത്തിൽ ചിന്തിക്കണം. 1 പത്രോസിന്റെ ലേഖനത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില പദങ്ങളുണ്ട്. 3-ാം അധ്യായത്തിന്റെ
10 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ, എങ്ങനെ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ, വ്യാജം പറയാതെ, അവിടെ എന്റെ ആഗ്രഹം കൂടെ അങ്ങ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സ്തോത്രം, അടക്കിക്കൊള്ളട്ടെ. എങ്ങനെ പൊന്തി വരും, പൊന്തി വരുമ്പോ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കാൻ പറയണം. സ്തോത്രം. 2 കാര്യം പറയാനേ, നമ്മള് ജഡത്തിലാണല്ലോ. 2 കാര്യം പറയാനായിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോ പറയും മിണ്ടാതിരിക്കാൻ പറയണം. സ്തോത്രം. അടക്കിക്കൊള്ളട്ടെ. എന്നിട്ട് പറയുകയാണ് അവൻ ദോഷം വിട്ടകലണം. വിട്ടകന്നാൽ മാത്രം പോരാ, സ്തോത്രം, വിട്ടകലാൻ തയ്യാറായാൽ ഗുണം ചെയ്യാനും കൂടെ തയ്യാറാകണം. സ്തോത്രം. സമാധാനം അന്വേഷിച്ച് എന്ത് ചെയ്യണം? പിന്തുടരണം. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് അങ്ങനെ പറയുന്നത്? അടുത്ത വാക്ക്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാത്തതിന്റെ കാരണം എന്നാ? വ്യവസ്ഥ പാലിച്ചേ പറ്റൂ. ഇത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന, പുതിയ നിയമസഭയ്ക്ക് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. സ്തോത്രം. ഇത് അവിശ്വാസികൾക്ക് കൊടുത്തിട്ടുള്ളതല്ല, വിശ്വാസികൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈദ്യരെന്ന് അവകാശപ്പെടുന്നവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഈ വ്യവസ്ഥ പ്രകാരം പോയാൽ ദൈവ സംരക്ഷണം ഉണ്ടെന്ന്, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്. ഹല്ലേലൂയ. അല്പം താമസിക്കുന്നതാണെങ്കിൽ പറയും, നീ വിഷമിക്കേണ്ട, നീ ശാന്തമായിരിക്കുക, ഞാൻ മറുപടി നൽകും, ആൻസർ കേൾക്കാമെന്ന്. സ്തോത്രം. അങ്ങനെയൊരു ബന്ധത്തിന് ഉടമയാകണമെന്ന്. ഇനി അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പൊ ദോഷത്തിന് ദോഷം ചെയ്യണമെന്നാണ് ലോകം പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 2 കാര്യം മറുപടി ഒന്ന് പറയാതെ പോയി കഴിഞ്ഞാൽ അവൻ കഴിവേട്ടനാണെന്ന് പറയും. തിരിഞ്ഞത് 2 കാര്യം പറയുന്നതിനോട് പിന്നെ ആളുകൾ മിണ്ടുവോ? സ്തോത്രം. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാ, ഒരു കള്ളുകൂടിയൻ കള്ളുകൂടിച്ച് റോഡിൽ കിടക്കുക. അപ്പൊ രാവിലെ സൈക്കിൾ ഊന്തി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു ബന്ധുക്കാരനെ കണ്ടപ്പം കള്ളുകൂടിയനൊരു ഉഷാറ്. അവരെ 4 ചീത്തയും തെറിയും പറഞ്ഞു. ബന്ധുക്കാരൻ എന്ത് ചെയ്തു? സൈക്കിള് സ്റ്റാൻഡ് വെച്ചിട്ട് ഇറങ്ങി വന്ന് ഇവനിട്ട് 4 അങ്ങ് പൊട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാ, നീ ബന്ധുക്കാരനാണെന്ന് എഴുതി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത്, ഇപ്പൊ മനസ്സിലായി നീ ബന്ധുക്കാരനാണെന്ന്. സ്തോത്രം. കള്ളുകൂടിയുടെ ബോധം വന്നു, ബന്ധുക്കാരൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അതല്ല വചനം പറയുന്നത്, ദോഷത്തിന് ദോഷം ഒരു ദൈവ പൈതൽ ചെയ്യരുത്, ശകാരത്തിന് ശകാരം ചെയ്യരുത്. നിങ്ങൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം ദൈവമക്കളാകുന്ന നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. നമ്മൾ ആരാണ്? വാസ്തവമായി ഒരു ദൈവ പൈതലാണ്. അടുത്തത്, നമ്മെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത് എന്നൊരു ബോധ്യം ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? തന്നോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് വിളിച്ചത്. അതാണ് ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. സ്തോത്രം. ദൈവത്തോട് തത്തുല്യരാകുവാനാണ്, അവനോട് ചേർന്നിരിക്കുവാനാണ്. അപ്രകാരം വിളിക്കപ്പെട്ടതായ ഒരു ദൈവ പൈതൽ, അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മാലിന്യത്തിലേക്ക് എന്ത് ചെയ്യില്ല,
ഓടിപ്പോകില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്രകാരം അങ്ങനെ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ നാം ഏതവസ്ഥയിലാണ്? സ്തോത്രം. അവസ്ഥ വിട്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഇടയാകണം. സ്തോത്രം. കരുണയുള്ള പിതാവേ, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. വചനത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തിയായത് കാണുവാൻ ഇടയാക്കും. കേൾവിക്കാരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കും. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആദരിക്കും കൃപയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.